പ്രിയമുള്ളവരെ, കഷ്ടത എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. രോഗങ്ങൾ, തകർക്കപ്പെട്ട ബന്ധങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മാനസിക സമ്മർദ്ദം, ഏകാന്തത, ഭാവിയെക്കുറിച്ചുള്ള ഭയം എന്നിവയെല്ലാം മൂലം ആളുകൾ ധാരാളം കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. ചിലതരം വേദനകൾ വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള ഒരു ലോക അന്തരീക്ഷത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് കൂടുതൽ അറിവുകളല്ല, അനുകമ്പ അഥവാ സഹാനുഭൂതിയാണ്. സഹാനുഭൂതി എന്നത് മറ്റൊരു വ്യക്തിയോടുണ്ടാകുന്ന മനസ്സറിവിനേക്കാളും ഏറെയാണ്. ഇത് മറ്റൊരു വ്യക്തിയുടെ വേദനകളിൽ പങ്കുചേരുന്ന അനുഭവമാണ്. ഇതാണ് സ്നേഹിക്കുകയും ഒരുമിച്ച് കഷ്ടപ്പെടുകയും ചെയ്യുക എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. നാം വിശ്വസിക്കുന്നത് അകലങ്ങളിൽ വസിക്കുന്ന ഒരു ദൈവത്തിലല്ല, നമ്മോട് അടുത്ത് വരുന്ന കഷ്ടത അനുഭവിക്കുന്നവരോടും തകർക്കപ്പെട്ടവരോടും കൂടെ വസിക്കുന്ന ദൈവത്തിൻ്റെ സഹാനുഭൂതിയുടെ ചാലകങ്ങളാകുവാൻ നമ്മെ ക്ഷണിക്കുന്ന ദൈവത്തിലാണ്. നമുക്ക് നൽകപ്പെട്ട പാഠഭാഗങ്ങളെ ആസ്പദമാക്കി ഈ വിഷയം ചിന്തിക്കാം. ഒന്നാമത്തെ ചിന്ത, ദൈവത്തിൻ്റെ സഹാനുഭൂതി. ദൈവത്തിൻ്റെ സഹാനുഭൂതി. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ യെശയ്യാപ്രവാചകൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ ദാസന്റെ പ്രത്യേകത ശക്തിയും അധികാരവുമല്ല, സൗമ്യതയാണ്. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പോയിന്ന തിരി കെടുത്തു കളയുകയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ചതഞ്ഞ ഓട എന്നത് തകർക്കപ്പെട്ട ജീവിതങ്ങളെ സൂചിപ്പിക്കുന്നു. പോയിന്ന തിരി നിരാശയുടെ അനുഭവങ്ങളാണ്. മനുഷ്യ സമൂഹത്തിൽ പലപ്പോഴും കഷ്ടതയും അവശതയും അനുഭവിക്കുന്ന ആളുകളെ അവഗണിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ദാസൻ ഇത്തരം ജീവിതങ്ങളെ ആർദ്രതയോടെ കാണുകയും ബലഹീനമായതിനെ ശക്തീകരിക്കുകയും നഷ്ടപ്പെട്ടതിനെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. ദൈവം മനുഷ്യരുടെ കഷ്ടതകളെ നീക്കുന്നത് സൗമ്യമായ പ്രവർത്തനങ്ങളിലൂടെയാണ്. ദൈവത്തിൻ്റെ ദാസൻ നിലവിളിക്കുകയോ ഒച്ചയുണ്ടാക്കുകയോ ബലം പ്രയോഗിക്കുകയോ തകർക്കുകയോ ചെയ്യുന്നില്ല. ക്ഷമ, വിശ്വസ്തത, കരുണ എന്നിവയിലൂടെ നീതി പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുന്നു. ദൈവം മനുഷ്യൻ്റെ അന്തസ്സിനെ ബഹുമാനിക്കുകയും കഷ്ടതയെ തരണം ചെയ്യുവാൻ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. ഇത് സൂചിപ്പിക്കുന്നത് മനുഷ്യൻ്റെ കഷ്ടതകളിൽ ദൈവം അവരോട് കൂടെ വസിക്കുന്നു എന്നതാണ്. നാം ക്ഷീണിതരും നിരാശിതരും ബലഹീനമായിരിക്കുമ്പോൾ കൂടുതൽ തകർന്നു പോകാതെ വണ്ണം നമ്മെ വഴി നടത്തുകയും സൗഖ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കഷ്ടതകളുടെ മധ്യത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുവാനും ധൈര്യപ്പെടുവാനും നമുക്ക് കഴിയണം. രണ്ടാമത്തെ ചിന്ത, സഭ എന്ന സൗഖ്യദായക സമൂഹം. സഭ എന്ന സൗഖ്യദായക സമൂഹം. യാക്കോബ് 5-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ദൈനംദിന ക്രിസ്തീയ ജീവിതത്തിൽ സഹാനുഭൂതി പ്രാവർത്തികമാക്കേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ക്രിസ്തീയ സമൂഹത്തിൽ സഹവിശ്വാസികളുടെ കഷ്ടതയിലും രോഗാവസ്ഥയിലുമൊക്കെ നിർവഹിക്കപ്പെടേണ്ട കർത്തവ്യങ്ങളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ക്രിസ്തീയ സമൂഹത്തിൽ ഒരാളും ഒറ്റയ്ക്ക് കഷ്ടത അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. ആരെങ്കിലും രോഗികളായാൽ സഭയിലെ മൂപ്പന്മാർ കടന്നു വരികയും കർത്താവിൻ്റെ നാമത്തിൽ എണ്ണ പൂശി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ എന്നതിനർത്ഥം ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടണം എന്നുള്ളതാണ്. ഇപ്രകാരം സഹാനുഭൂതി എന്നത് ഒരു പങ്കിടലിൻ്റെ അനുഭവമായി ഇവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. സഭ എന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ശരീരത്തിൻ്റെ ഒരവയവത്തിന് വരുന്ന കഷ്ടത മറ്റെല്ലാ അവയവങ്ങളും കൂടി പങ്കിടുന്ന മാതൃകയാണ് ക്രിസ്തീയ സമൂഹത്തിന് ആവശ്യമായിരിക്കുന്നത്. പ്രാർത്ഥന എന്നത് ഒരിക്കലും ബലഹീനതയുടെ ലക്ഷണമല്ല, അത് ശക്തിയുള്ളതും ഫലപ്രദവുമാണ്. പ്രാർത്ഥന ദൈവസന്നിധിയിൽ പരസ്പരം ഐക്യപ്പെടുവാൻ നമ്മെ സഹായിക്കുന്നു. മറ്റുള്ളവരുടെ കഷ്ടതയിൽ ദൈവസന്നിധിയിൽ മധ്യസ്ഥത വഹിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇത് മറ്റുള്ളവരുടെ കഷ്ടതയെ ഏറ്റെടുക്കുകയും പങ്കിടുകയും ലഘൂകരിക്കുകയും ചെയ്യുന്ന ജീവിത അനുഭവമാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ അത് കഷ്ടതയിൽ നിന്നുള്ള മോചനത്തിനും രോഗശാന്തിക്കും കാരണമാകുന്നു. പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായും മറുപടി ലഭിക്കുമെന്നുള്ളതിന് ഏലിയ പ്രവാചകനെ
ഉദാഹരിച്ചുകൊണ്ട് യാക്കോബ് സംസാരിക്കുന്നു. ഇസ്രായേൽ ദേശത്ത് മഴ പെയ്യാതിരിക്കുവാൻ വേണ്ടി ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ 3.5 വർഷക്കാലം മഴ പെയ്തില്ല. എന്നാൽ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന പാപമോചനത്തിനും കാരണമാകുന്നു. രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് പരസ്പരം പ്രാർത്ഥിക്കുവാൻ യാക്കോബ് ആവശ്യപ്പെടുന്നു. ഇപ്രകാരം ക്രിസ്തീയ സഭകളും സമൂഹങ്ങളും സഹവിശ്വാസികളുടെ കഷ്ടതകളെ പരസ്പരം പങ്കിടുന്ന സമൂഹങ്ങളായി വളരണം. മൂന്നാമത്തെ ചിന്ത പ്രവൃത്തിയിലേക്ക് നയിക്കപ്പെടുന്ന സഹാനുഭൂതി. മത്തായി 9 അധ്യായം 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ യേശു വിവിധ പട്ടണങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും യാത്ര ചെയ്ത് അവരെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. ഇതിന് കാരണമായ സന്ദർഭങ്ങളെക്കുറിച്ച് 36 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അവൻ പുരുഷാരത്തെ ഇടനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിഹ്നരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. യേശു അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മാത്രമല്ല കണ്ടത്, അവരുടെ അവസ്ഥയും യേശു മനസ്സിലാക്കുന്നു. ഈ തിരിച്ചറിവാണ് അനുകമ്പയ്ക്ക് കാരണമാകുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആരും കാണാത്തവരും അവരുടെ അവസ്ഥ മനസ്സിലാക്കാത്തവരുമായി കഷ്ടത അനുഭവിക്കുന്ന അനേകരുണ്ട്. യേശുവിൻ്റെ അനുകമ്പയും സഹാനുഭൂതിയും മനസ്സിനുള്ളിലോ വാക്കുകൾ മാത്രമോ ഒതുങ്ങുന്ന ഒന്നായിരുന്നില്ല. അത് പ്രവർത്തനത്തിലേക്ക് നയിക്കപ്പെടുന്നു. കൊയ്ത്ത് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവജനത്തിൻ്റെ വീണ്ടെടുപ്പാണ്. ദൈവിക ശുശ്രൂഷ എന്നത് മറ്റുള്ളവരുടെ കഷ്ടതയിൽ സഹാനുഭൂതി പ്രാവർത്തികമാക്കുക കൂടി ചെയ്യുന്ന പ്രവർത്തനമാണ്. ഈ പ്രവർത്തനത്തിൽ പങ്കാളിയാകുവാൻ യേശു തൻ്റെ ശിഷ്യന്മാരെ ക്ഷണിക്കുന്നു. ഈ ക്ഷണം നമുക്ക് കൂടിയുള്ളതാണ്. സഹാനുഭൂതി എന്നത് മറ്റുള്ളവരുടെ കഷ്ടതയിൽ വേദനപ്പെടുന്ന അനുഭവം മാത്രമല്ല, അവരെ വിടുതലിലേക്ക് നയിക്കുവാനും സൗഖ്യമാക്കുവാനും ദൈവിക ദൗത്യത്തിൽ പങ്കാളികളുമാകുവാനുള്ള ജീവിത അനുഭവമാണ്. സ്നേഹവും സഹനവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയുമ്പോഴാണ് അവരുടെ കഷ്ടതകളെ പങ്കിടുവാൻ നമുക്ക് കഴിയുന്നത്. ദൈവം മനുഷ്യൻ്റെ കഷ്ടതകളോട് സഹാനുഭൂതി പ്രദർശിപ്പിക്കുകയും വിടുവിക്കുവാനായി പ്രയത്നിക്കുകയും ചെയ്യുന്നു. യേശുവിലൂടെയാണ് ദൈവത്തിൻ്റെ സഹാനുഭൂതിയുടെ മാതൃക ലോകത്തിനു മുമ്പിൽ വെളിപ്പെട്ടത്. ക്രിസ്തീയ വിശ്വാസികളാകുന്ന നാം ഓരോരുത്തരും തമ്മിൽ സ്നേഹിക്കുവാനും ഭാരങ്ങളെയും കഷ്ടതകളെയും പങ്കിടുവാനും വിളിക്കപ്പെട്ടിരിക്കുന്നു. സഭ എന്നത് ശക്തി പ്രകടിപ്പിക്കുകയും ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യേണ്ട ഒരു സമൂഹമല്ല. ലോകത്തിനാവശ്യമായിരിക്കുന്നത് സൗമ്യതയും സഹാനുഭൂതിയുമുള്ള ദൗത്യ നിർവഹണമാണ്. പരസ്പരം പ്രാർത്ഥിക്കുകയും പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയോട് അടുത്തു വരികയും വേണം. മറ്റുള്ളവരുടെ കഷ്ടതകളെ കാണുവാനും മനസ്സിലാക്കുവാനും മാത്രമല്ല, സഹാനുഭൂതി പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം. ഇപ്രകാരം സഹാനുഭൂതിയിലൂടെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കഷ്ടതകളെ പങ്കിടുകയും ചെയ്യുന്ന സമൂഹവും വ്യക്തികളുമായി മാറുവാൻ നമുക്ക് ഇടയായി തീരണം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.